ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ പി പി എസ് എസ് പിയുടെ PPSSPയുടെ ഫുൾ വീഡിയോ ഉണ്ടാകുന്നു. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നമ്മൾ PPSSP സെർച്ച് ചെയ്താൽ ഇങ്ങനെ വരും. അപ്പം നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്യാം. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മളൊരു ഫയൽ കൊടുക്കണം. ആദ്യം നമ്മളൊരു പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കണം. എല്ലാവർക്കും അറിയാമല്ലോ, പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കാം. അപ്പോൾ അതിൽ നമുക്ക് ഗെയിംസ് ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ. അതിൻ്റെ ഫോൾഡറിൻ്റെ പേര് വേണ്ടത് PSB എന്ന് ഇടണം അതിൻ്റെ പേര്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് അടിക്കാം. അപ്പോൾ അതിൽ ഗെയിമൊന്നും ഇങ്ങനെ കാണിക്കില്ല. ഞാനിപ്പോൾ ഗെയിം കയറ്റി വെച്ചുകൊണ്ടാണ് ഗെയിമൊന്നും കാണിക്കില്ല. എന്നിട്ട് നമ്മൾ ബാക്ക് അടിക്കാം. നമ്മൾ ആർച്ചീവർ എടുക്കാം, ഇല്ലാത്തവർ കയറ്റാം. അപ്പോൾ അത് എടുക്കാം. അതെടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണാം നമ്മുടെ ഒരു PSP എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോൾഡർ. അത് നമ്മുടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്ക് അടിച്ചിട്ട് നമ്മൾ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യണം. നമ്മൾ ഇപ്പോൾ നമുക്ക് വൈസിറ്റി ഒക്കെ കളിക്കാൻ പറ്റും. യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെ കളിക്കാൻ പറ്റും PSPയിൽ. അപ്പോൾ നമ്മൾ വൈസിറ്റി സെർച്ച് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ PSP വെർഷൻ അതൊന്ന് ഫയലിൽ കയറ്റി വയ്ക്കാം. കയറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആർച്ചീവറിൽ കയറാം. കയറുന്നത് നമ്മുടെ ഡൗൺലോഡ്സിലായിരിക്കും അതൊക്കെ എടുക്കണ്ടാവുക. നമ്മുടെ ഡൗൺലോഡ്സിലായിരിക്കും നമ്മളൊക്കെ എടുക്കണ്ടാവുക. അപ്പം നമ്മുടെ ആ ഒരു ഏത് ഗെയിമാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ വൈസിറ്റി ആണെങ്കിൽ അതുമ്മ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതന്നെ ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് എക്സ്ട്രാക്റ്റ് ചെയ്യണം. എക്സ്ട്രാക്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നമ്മൾ ബാക്ക് അടിച്ചിട്ട് നമ്മുടെ PSPയിലത്തെ ഗെയിമിലേക്ക് നമ്മളതൊന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ആക്കി കൊടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗെയിം ആയി ഉണ്ടാവും. ആ ഗെയിം ആയില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ PSPയിൽ ആ ഗെയിം ആയി ഉണ്ടാവും. ഗെയിം ആയില്ലെങ്കിൽ നമ്മൾ അതൊന്നുകൂടി ഞെക്കിപ്പിടിച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ആ PSPയിൽ കയറ്റിയാൽ നമ്മുടെ കയ്യിലാവും. അപ്പം നമ്മൾ ബാക്ക് അടിച്ചിട്ട് ചെയ്യേണ്ടത് നമ്മുടെ PSP ഗെയിം നമ്മുടെ ഫോൾഡറിലായിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ബ്രൗസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതെടുക്കുക. ബ്രൗസ്. അപ്പോൾ നമ്മുടെ എല്ലാ ഗെയിമും എടുത്ത് വെച്ച ഫോൾഡർ, ഇപ്പോൾ ഞാൻ എൻ്റെ ഫോൾഡർ ഇതാണ്. അപ്പോൾ ഈ ഒരു ഫോൾഡർ യൂസ് ദിസ് ഫോൾഡർ അടിക്കുക. അപ്പോൾ അതിൽ ഗെയിം എടുക്കുന്നുണ്ടാവും നമ്മൾ ആക്കി വെച്ചത്. ഗെയിം എടുത്തില്ലെങ്കിൽ ആക്കാം. അപ്പോൾ നമ്മൾ യൂസ് ദിസ് ഫോൾഡർ കൊടുക്കാം, യൂസ് അലോ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ള ഗെയിംസൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഗോഡ് ഓഫ് വാർ അടിയിലത്തെ എല്ലാ പിക്ചറാണ് നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ ഇവിടെ ഉണ്ട്. ഇപ്പം നമുക്കൊന്ന് കളിച്ച് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ആഡൊന്നും കാണാൻ, നമുക്ക് കളിക്കാൻ നെറ്റേ വേണ്ട, നല്ല സുഖമായിട്ട് കളിക്കും. നമ്മളൊരു ആപ്പ് ഇങ്ങനെ കയറ്റി വെച്ച പോലെ തന്നെ PSPയുടെ വെർഷനാണ്. നമ്മളത് ഇതാണ് സെൻ ആൻഡ്രസ് അല്ല, വൈസിറ്റിയാണ്. നമുക്ക് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് ബാക്ക് അടിക്കേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളത് ഒരു ചെറിയൊരു മൊബൈലാണ്. ഒരു 1 GB 2 GB റാം, 1 GB കുറച്ചുണ്ടായിരുന്നാലും 2 GB ഒക്കെ ഉള്ള ഒരു ഫോണാണെങ്കിൽ നമ്മൾ ഈ ഒരു റെൻഡറിങ് റെസൊല്യൂഷനിൽ ഇപ്പം ഞാൻ ഇട്ടേക്കണത് 3 ആണ്. ഞാനെൻ്റെ ഇപ്പോൾ 3 GB റാമാണ്. 3 GB റാമിൻ്റെ അല്ല, എനിക്ക് 1 ഇട്ടാൽ അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് കളിക്കാം. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ റേഞ്ച് അനുസരിച്ച് കൂട്ടാം. ഇപ്പോൾ ഞാൻ 3 ആണ് ഇട്ടേക്കണത്. ഇപ്പോൾ നമ്മളിപ്പോൾ ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ചിട്ട് നമുക്ക് ഇവിടെ നമ്മൾ ഗെയിം ഉണ്ടാവും. നമ്മൾ ഗെയിം ഞാനൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചോണ്ടാണ് അങ്ങനെ വന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ ഗെയിം. ഇതൊന്ന് എക്സ് അടിച്ചു വിടാം. അപ്പോൾ നമ്മൾ സ്കിപ്പാവും വേഗം. സ്കിപ്പായി വരുമ്പോൾ
If plans change, I'll let you know. ഇതൊന്ന് സ്കിപ്പ് ചെയ്യാം കേട്ടോ. നമ്മൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ GTA Vice City ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് അത്യാവശ്യം 30 FPS കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഇടിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഇടിക്കാൻ ഓയാണ്. ഇത് നമുക്ക് വണ്ടിയിൽ കയറിയിരിക്കാം. ഈ എക്സ് കണ്ടിട്ട് പോകണത് ഞാൻ സംസാരിക്കാൻ ചിലപ്പോൾ കേൾക്കില്ല. ഞാൻ ഒന്ന് റേഡിയോ ഓഫാക്കിയിട്ട് പറയാം കേട്ടോ. കിട്ടാം. ഓക്കെ, ഇതാണ് ഗെയിം. നമ്മൾ എക്സ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിലേക്ക് പോകും. പിന്നെ അതിൻ്റെ സൈഡിലത്തെ ആ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ബാക്കിലേക്കും പോകും. ബ്രേക്ക് അതൊന്ന് പതുക്കെ പിടിച്ച് കഴിഞ്ഞാൽ ബ്രേക്കും ആവും കേട്ടോ. നമ്മൾ വഴിക്കൊന്ന് പുറത്തേക്ക് പോയി കാണിച്ചു തരാം. എനിക്കിപ്പോൾ അത്യാവശ്യം 32 FPS ഒക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് കാണുകയാണെങ്കിൽ 32 FPS കിട്ടുന്നുണ്ട്. നിങ്ങളുടെ നല്ല ചെറിയ ഫോണാണെങ്കിൽ 1-ലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഗ്രാഫിക്സ് കുറവുണ്ടായെങ്കിലും സ്മൂത്ത്നെസ്സിന് ഒരു കുറവുണ്ടാവില്ല. നല്ല സ്മൂത്തിൽ നമുക്ക് കളിക്കാൻ പറ്റും. സെറ്റിങ്സ് റെഡിയാക്കി വെച്ചാൽ ഏത് ഫോണിലും നമുക്ക് സുഖമായി കളിക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഗെയിം പ്ലേ ഒക്കെ വരുന്നത്. നമുക്കിതേപോലെ ഗോഡ് ഓഫ് വാർ ഉണ്ട്. ഗോഡ് ഓഫ് വാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു ഫോണാണ് കേട്ടോ. 3GB റാമിൽ നമുക്ക് കളിക്കാൻ പറ്റും. പക്ഷേ 2GB റാമിൽ സെറ്റിങ്സ് ഒക്കെ ആക്കി വെച്ചാൽ കുഴപ്പമില്ലാണ്ട് കളിക്കാൻ പറ്റും തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ഏറ്റവും കുറവ് സെറ്റിങ്സിലാണ് വയ്ക്കുന്നത് ഗോഡ് ഓഫ് വാർ കളിക്കുന്നത്. അല്ലെങ്കിൽ ലാഗും ഇതൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ്. ഇതാണ് ഗോഡ് ഓഫ് വാർ ഗോസ്റ്റ് ഓഫ് സ്പാർട്ട എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിമാണ്. ഫസ്റ്റത്തെ ഗെയിമുകളാണ്. ചെറിയ ഗ്രാഫിക്സ്, അതിനകത്ത് ഏറ്റവും ഗ്രാഫിക്സ് കുറച്ച് വെച്ചേക്കാണ്, റെസൊല്യൂഷൻ കുറച്ച് വെച്ചേക്കാണ്. അയ്യോ അറിയാണൊക്കെയാണല്ലോ. ഇതാണ് നമ്മളെ സോണി കമ്പ്യൂട്ടർ എൻ്റർടൈൻമെൻറ്റ്സ് പ്രസൻസ്. ഞാൻ കളിച്ചത് വേണോ? അല്ല വേണ്ട, പുതിയ ഉറങ്ങാം. കാണിച്ചിരുന്നാൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ ന്യൂ ഗെയിമാണ് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ഈസി മതി. Kratos, the ghost of Sparta, had taken his place amongst the Olympians as the god of war. The bloodshed, the relentless battles had finally brought Ares was dead, and though Olympus beckoned, visions of his mortal existence still haunted him. Kratos knew that this was not a mere vision, for with the gods, nothing was ever as it seemed. The vision of his past set Kratos in search of answers. Answers that lay in the temple of Poseidon, deep within the city of Atlantis. This is not a wise course of action, Kratos. It was a dream, nothing more. The visions still haunt me, Athena. The visions you promised to take away. But this vision, I can change. Perhaps it is a vision best left unchanged. There is more to this than you know. Please. വില്ലന്മാരിപ്പോയി വിട്ടു ഞാൻ കളിച്ചാണ്. വില്ലന്മാരിലൊട്ടം കയറിയില്ല. ഇനിയാണ് ഗെയിമിങ്. നമുക്ക്
ലാഗ് ഉണ്ടാവും, അല്ലെങ്കിൽ ലാഗ് കുറവാണ് കേട്ടോ. അല്ലെങ്കിൽ ലാഗ് ഉണ്ടാവാറില്ല അധികം. ഇപ്പോൾ വീഡിയോ എടുക്കണോണ്ട് പ്രത്യേകിച്ചാണ്. ഇതാണ് ഗെയിം കേട്ടോ. എനിക്ക് 44 XP കിട്ടുന്നുണ്ട്. ഇതാണ് കേട്ടോ ഗെയിം പ്ലേ. ബാക്ക് അടിയാണ്. അപ്പോൾ നമ്മുടെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മളൊരു പുതിയൊരു വീഡിയോ ഒക്കെ വരുന്നവരെ ബൈ. അപ്പോൾ ഇറ്റ്സ് മീ ഡ്രാക്കോ FF signing out.